വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പ്രതിഭാ സംഗമം നടത്തി. ചവറ പയ്യലക്കാവ് കുളത്തൂർമുക്ക് യുവജന ഗ്രന്ഥശാലയിലാണ് പ്രതിഭാ സംഗമം നടത്തിയത്. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. പയ്യലക്കാവ് കുളത്തൂർമുക്ക് യുവജന ഗ്രന്ഥശാലയിലാണ് വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പ്രതിഭാ സംഗമം നടത്തിയത്. മന്ത്രി ഷിബു ബേബി ജോൺ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഞാൻ പഠിക്കുന്ന സ്കൂളിൽ ക്രിക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ വായിക്കും. പക്ഷേ സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവയ്പ് എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ പക്ഷെ ഞാൻ ഈ രാഷ്ട്രീയ വാർത്തകൾ എങ്ങനെയോ വായിച്ചു തുടങ്ങി. ഈ രാഷ്ട്രീയം ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ രാഷ്ട്രീയ കാര്യങ്ങളും വായിച്ചു തുടങ്ങിയ ഓർമ്മ അന്ന് തന്നെ. ഇന്ന് പറയട്ടെ, പ്രത്യേകിച്ച് ഞങ്ങൾ തമ്മിലുള്ള ഏറ്റവും ഒടുവിലത്തെ മത്സരം വന്നപ്പോഴത്തേക്കിന് അന്ന് പത്രം വായന നിന്നയാണ് എന്ന് പറഞ്ഞാൽ അതിന് സമയമില്ല. രാവിലെ എഴുന്നേറ്റ് പോകുന്നു. അതിനുശേഷം മന്ത്രിയായി 45 ദിവസവും പിന്നെടുത്തു. പത്രം വായിക്കാൻ പറ്റുന്നില്ല. പക്ഷെ പത്രം വായിച്ചില്ലെന്ന് പറഞ്ഞ് ഒരു നഷ്ടവും ഇപ്പോൾ ഇല്ല. പണ്ടതല്ല, രാവിലെ എഴുന്നേറ്റ് പത്രം വായിച്ചില്ലെങ്കിൽ നമുക്കില്ലാത്ത ഒരു നഷ്ടബോധമുണ്ടാകും. എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ. സോഷ്യൽ മീഡിയ വീക്ഷിക്കുന്നതുകൊണ്ടല്ല, പക്ഷെ മാധ്യമ പ്രവർത്തനങ്ങളുടെ രീതി മാറിയതോടെ പത്രം വായന നിത്യമായി, ഞാൻ പറഞ്ഞതുപോലെ 10 വയസ്സോ 12 വയസ്സ് മുതൽ പത്രം വായിച്ച ഞാൻ പോലും അതിൽ നിന്ന് അകന്നു പോകുന്നു. പത്രം വായിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു. പിന്നെ കഴിവതും TV കണ്ടില്ലെങ്കിൽ അത്രയും നമുക്ക് മനസ്സിനൊരു സമാധാനമുണ്ട്. കാരണം ഏതാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. ആ നിലയിലേക്കാണ് മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ വരുന്ന വാർത്തകൾ. എന്നാൽ ഞാൻ പറഞ്ഞ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവരുടെ കഴിവും ആപ്റ്റിറ്റ്യൂഡും ഒക്കെ പരിശോധിക്കുമ്പോഴും വിദ്യാഭ്യാസം എന്നുള്ളത് തൊഴിലിന് വേണ്ടിയുള്ളതല്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. തൊഴിലിന് വേണ്ടിയല്ല വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പ്രക്രിയ എന്ന് പറയുന്നത്, ഓരോ കുഞ്ഞിലും ഒളിഞ്ഞും തെളിഞ്ഞുമായിട്ടുള്ള കഴിവുകൾ കണ്ടെത്തി ഇതിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടാനുള്ളതാണ്. ആ മേഖലയിലേക്ക് കുഞ്ഞുങ്ങളെ എത്തിക്കുകയും അവിടെ ആവശ്യമുള്ള വിവരം ലഭിക്കുന്ന നിലയിലേക്കുള്ള കാര്യങ്ങളും ആയിട്ട് വേണം മുന്നോട്ട് പോകും. മുൻ MLA ഡോക്ടർ സുജിത് വിജയൻപിള്ള അധ്യക്ഷത വഹിച്ചു. മുന്നോട്ടുള്ള പ്രയാണത്തെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് ചിന്തിക്കണം. ഏത് സ്കീം എടുക്കണം, അത് നേരത്തെ ജയകുമാർ സാറ് പറഞ്ഞ കണക്ക് തന്നെ വലിയൊരു സമ്മർദ്ദത്തിന്റെ ഭാഗമാകരുത്. നമ്മുടെ രക്ഷകർത്താക്കളുടെയോ സമൂഹത്തിന്റെയോ സമ്മർദ്ദത്തിന്റെ ഭാഗമാകരുത്. നിങ്ങൾ സ്വയം തിരിച്ചറിയുവാനുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാകും. എന്താണ് നമ്മുടെ താല്പര്യം, ഏത് വിഷയമാണ് താല്പര്യം, നാളെ ഏത് വിഷയത്തിലായിരിക്കും എനിക്ക് കൂടുതൽ ശോഭിക്കുവാൻ സാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അങ്ങനെ പഠിക്കുകയാണെങ്കിൽ, ആ വിഷയത്തിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ജോലി ലഭിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ആസ്വദിച്ച് ആ ജോലി ചെയ്യുവാൻ സാധിക്കും. അത് വല്ലാത്തൊരു അനുഭവമായിരിക്കും. അത് സാധാരണ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു പക്ഷേ സമൂഹം അറിയപ്പെടുന്ന, അല്ലെങ്കിൽ നാടിന് നല്ല രീതിയിൽ സംഭാവന ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പൗരനായി മാറുവാനുള്ള സാധ്യതകളാണ് അവിടെ. അപ്പൊ അതിനാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞ തുറന്ന വായനകൾ. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V. വിജയകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. B. ശശികുമാർ, G. ഉണ്ണികൃഷ്ണൻ, M. സുശീല, C. രഘുനാഥ്, R. ശ്രീകുമാർ, M. കെ. ശശിധരൻ, C. പ്രവീൺ, R. S. പ്രസന്നൻ, പ്രദീപ് C. V. വിനോദ് എന്നിവർ പങ്കെടുത്തു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ രംഗങ്ങളിൽ മികവ് പുലർത്തിയവരെയും പരിപാടിയിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ.